പരാജയ കാരണങ്ങൾ ബൂത്തടിസ്ഥാനത്തിൽ പരിഹരിച്ച് തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് NDF സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പാലക്കാട് BJPക്ക് തിരിച്ചുവരവ് സാധ്യമല്ലാത്ത മണ്ഡലമല്ല. വാര്യർക്കും നായർക്കുമൊന്നും മണ്ഡലത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാനായിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. E. ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ പാലക്കാട് മണ്ഡലത്തിൽ 3000-ഓളം വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ടെന്ന് C. കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. അത് E. ശ്രീധരന് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകളാണ്. അല്ല, അത് ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. 2016 ഞങ്ങൾക്ക് കിട്ടിയത് ഏകദേശം 40,000 വോട്ടാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയത്, ഞാൻ മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് 40,000-അടുത്ത വോട്ടാണ്. ആ 40,000-അടുത്തുള്ള വോട്ടറിനെ ഞങ്ങൾക്ക് ഇന്നും കിട്ടിയിട്ടുണ്ട്. അതിൽ ശ്രീധരൻ സാർ മത്സരിച്ച സമയത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തെ പോലുള്ളൊരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾക്ക് എക്സ്ട്രാ ഒരു പേഴ്സണൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 43,000 വോട്ട് കിട്ടി. അതിൽ ഒരു 3,000 വോട്ടിൻ്റെ കുറവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. എന്തുകൊണ്ടാണ് ഞങ്ങൾ കുറവ് വന്നത്, ഞങ്ങളുടെ ജനകീയ അടിത്തറ ഞങ്ങളുടെ വിപുലീകരിക്കാനുള്ള കാര്യങ്ങൾ നഗരസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ 2 സീറ്റിലേക്ക് 84 ഒതുങ്ങിയ പാർട്ടിയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടിയല്ല. 3 തവണ കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണിത്. ഇവിടെ ഒരു വാര്യർക്കും നായർക്കും ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരാളെങ്കിലും പാർട്ടി വിട്ടു പോയിട്ടുണ്ടോ എന്ന് കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് ചോദിച്ചു. സന്ദീപിന് പോക്കറ്റ് നിറഞ്ഞു. ഒരുപക്ഷെ സ്ഥാനവും കിട്ടുമായിരിക്കും. ചാനലിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ വളർന്ന ആളല്ല താൻ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാണ് മുന്നോട്ട് വന്നത്. 10-20 കൊല്ലം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും ഒരു പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് സന്ദീപെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഒരു വാര്യരും ഒരു നായരും ഇതിലൊരു ബാധകമല്ല. ഒരു നായർക്ക് ഒരു വാര്യർക്ക് ഇതിലൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത് അങ്ങനെ വാര്യർ എഫക്റ്റ് ഒന്നുമല്ല. അതൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരാൾ പാർട്ടി വിട്ടുപോയോ? അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിൽ BJPക്ക് ഒരു വോട്ട് കുറഞ്ഞു, വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തില്ല. അപ്പോൾ ഒരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ഗുണമുണ്ടായിട്ട് ഇപ്പോൾ പോക്കറ്റ് നിറഞ്ഞു. ഇനി എന്തെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കോട്ടെ. MP രാജേഷ് മത്സരിച്ച കാലത്ത് 44,000 വോട്ടുകൾ കിട്ടിയ CPM-നാണ് തിരിച്ചടി. മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ ആണ് പരിഗണിക്കാറുള്ളത്. അതിൽ കൂടുതൽ പരിഗണനയാണ് BJPക്ക് പാലക്കാട്ട് ലഭിക്കുന്നതെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. കൽപ്പാത്തിയിൽ തിരിച്ചടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ തരംഗമുണ്ടായതിനെക്കുറിച്ച് പഠിക്കും. മുനമ്പം വിഷയം പ്രതിഫലിച്ചോ എന്നത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ലഭ്യമായാലേ പറയാനാകൂ എന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.